അധ്യാപകരെ, രക്ഷാകർത്ത സുഹൃത്തുക്കളെ, കുഞ്ഞുകുട്ടികളെ, അതുപോലെ നമുക്കൊരു ബാത്റൂം ബ്ലോക്ക് ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് നമുക്ക് നല്ല സഹകരണമാണ് ചെയ്തു തരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ സ്വകാര്യ വ്യക്തികളും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി അറിയുന്ന സംഘടനകളോട് ശ്രമിക്കുമ്പോൾ ഈ പ്രദേശത്തെ എല്ലാ രീതിയിലും നമുക്ക് മറ്റുള്ള കുട്ടികളെക്കാൾ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ഇതുകൊണ്ട് തെളിയുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഇവിടെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന സലീനാമാടും നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററൊക്കെ ഉണ്ട്, കോർഡിനേറ്ററൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷ നമ്മുടെ നമ്മൾ ഇപ്പോൾ ഇതൊരു വലിയ എനിക്കൊരു ഭയങ്കരമായിട്ട് മാനസികമായിട്ടായിട്ടും നല്ലൊരു സമൃദ്ധി സന്തോഷവും എനിക്ക് അനുഭവപ്പെടുകയാണ്. എന്നുവെച്ചാൽ ഒറ്റപ്പെട്ട മലയോര ഗ്രാമപ്രദേശം ഏറ്റവും അങ്ങേയറ്റത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭാവിയിലേക്ക് ഇത്രയും ഫാദർ ഉൾപ്പെടെ ഇത്രയും സന്മനസ്സോടെ ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെ ഈ നമ്മുടെ ഈ സ്കൂളെന്ന് വെച്ചാൽ 27 വിദ്യാർത്ഥികളും 7 അധ്യാപകരും ഉള്ള ഒരു സ്കൂളാണ്. എനിക്ക് എന്തെങ്കിലും അവിടെ വന്നിരുന്ന കിട്ടുമോ, ആനുകൂല്യം കിട്ടുമോ എന്നാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അതൊന്നും നോക്കിക്കാതെ ഇങ്ങനെയും കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ തന്നെ സാമൂഹ്യ സേവനം ചെയ്യാൻ ഒപ്പം പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ, കുട്ടികളെ, ഞാൻ ഇന്നലെ യാത്ര ചെയ്ത് വന്ന സമയത്ത് ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ആ സമയത്ത് എന്താണ് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് ചിന്തിച്ചു. എന്റെ പ്രശ്നങ്ങളെക്കാൾ ഉപരി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കാണുവാനും അതിനെ കരുതുവാനും അവരോടൊപ്പം നിൽക്കുവാനും നമുക്ക് ഒരു വലിയ മനസ്സുണ്ടാകുക എന്നുള്ളത്.